കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്ത് വെച്ച വളക്കിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വളക്കിലുക്കി ആവി പറക്കുന്നു. മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറുകുള്ള മിടുക്കി പെണ്ണ്. അതെ, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. തിലോപ്പിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് തിലോപ്പിയ കിലോ 150 നമ്മുടെ അവിടെ റേറ്റ്. കണ്ടില്ലേ, അവർ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. എക്സ്ട്രാ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ക്ലീനിങ് ചെയ്ത് തരും. അതിൽ ഒരു തിലോപ്പിയ നല്ല വലിപ്പം കണ്ടപ്പോൾ അതിനെ കഷ്ണം ആക്കാതെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തിലോപ്പിയ കൊണ്ട് നമുക്കിന്ന് തിലോപ്പിയ പൊള്ളിച്ചെടുക്കാം. സെറ്റല്ലമ്മ? അടിപൊളി. അപ്പോൾ എങ്ങനെ പൊള്ളിക്കണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. വാവ്, ഫ്രഷ് തിലോപ്പിയ മീൻ. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ കറിയും വയ്ക്കും, വറുക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ വലിയ മീൻ നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ തിലോപ്പിയ മീനൊന്ന് കഴുകിയെടുക്കാം. ഇവിടെ അച്ഛൻ്റെതായ പരിപാടികളിലാണ്. ഒരു തേങ്ങയൊക്കെ ഉടച്ചിട്ടുണ്ട് അമ്മ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് അച്ഛൻ ഇന്ന് തേങ്ങയൊക്കെ ചിരകിയിട്ട് മീൻ കറിയുടെ കാര്യങ്ങൾ അച്ഛൻ അമ്മനെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് തിലോപ്പിയ പൊള്ളിക്കാനുള്ള പരിപാടികൾ നോക്കാം. അതൊന്ന് കഴുകിയാലോ? അവർ മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇതിൻ്റെ ഈ അകത്തുള്ള കറിയും ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, സെറ്റ് കഴുകിയെടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പൊള്ളിക്കാനുള്ള കൂട്ട് സെറ്റാക്കാം. ഇതാ ഇവിടെ തേങ്ങ ചിരകൽ തകൃതിയായി നടക്കുകയാണ്. കറിക്കുള്ള തേങ്ങ ഒന്ന് എളുപ്പമാവട്ടെ. എന്താ അത്? ഓക്കെ ഓക്കെ, ശരി. എന്നാൽ ഇവിടെ അമ്മ മീൻ കറിക്കുള്ള തുടക്കങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ അതിൽ ഇന്ന് തൽക്കാലം ഇടപെടുന്നില്ല കേട്ടമ്മ. അപ്പം അമ്മയ്ക്കുള്ള മീനും ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിത് പൊള്ളിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു വാഴയില പൊട്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഈ വാഴ ഇല ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ പൊള്ളിക്കാനായിട്ട്. അടിപൊളി നല്ല ഇലയാണ്. ഓക്കെ, ഇതൊന്ന് കഴുകിയെടുക്കാം. ഇല നന്നായിട്ടൊന്ന് കഴുകാം കേട്ടോ. അതിൽ പൊടിയും അത്യാവശ്യം ചിലപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇലയൊന്ന് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ളൊരു കഷ്ണം നമുക്ക് എടുക്കാം കേട്ടോ പൊള്ളിക്കാനായിട്ട്. ഓക്കെ, ഈ കഷ്ണം നമുക്ക് മതിയാവും. അപ്പോൾ ഇലയൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അമ്മ ഒരു പാട്ട് പാടുമോ? പാടൂ. അറിയുന്ന പാട്ട് ഏതെങ്കിലും പാടിയാൽ മതി. അമ്മ പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ ഇടയിലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അടിപൊളിയിൽ കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്ത് വെച്ച വളക്കിലുക്കി. അപ്പോൾ നമ്മുടെ ഇല വാടി തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് വാടിക്കഴിഞ്ഞു. ഇവിടെ മീൻ കറി സെറ്റാവാനുള്ള മസാലക്കൂട്ട് അമ്മ തയ്യാറാക്കുന്നുണ്ട്. മുളകും മല്ലിയൊക്കെ വറുക്കുകയാണ്. കണ്ടില്ലേ, വെന്തയം, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് നമ്മള് നാളികേരം അരയ്ക്കുമ്പോ അതിനോടൊപ്പം അരയ്ക്കുക. എന്നിട്ട് മീൻ കറി ഉണ്ടാക്കുന്നല്ലേ? ആ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റ് ആയി. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇല വാടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി പൊട്ടില്ല അധികവും. ആദ്യം നമുക്ക് ഈ മീനിന് ആവശ്യമുള്ള മുളക് പൊടി ഇത് കുറച്ച് ഇലയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കാമല്ലോ സിമ്പിളായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അമ്മ, ഞാനിവിടെ പൊള്ളിക്കുന്നുണ്ട്. വല്ലതും കാണുന്നുണ്ടാ? ഞാനിവിടെ കറിയല്ലേ വെക്കണേ, നീ പൊള്ളിച്ചാ മതി. നമുക്ക് രണ്ടും കൂട്ടി അടിക്കാലോ. ഓക്കെ ഓക്കെ, ഒരു പൊടി പിടിക്കാം അല്ലേ? ശരി ശരി ശരി. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് പേസ്റ്റ് ആക്കാം കേട്ടോ. ഒരു ഇൻഗ്രീഡിയന്റ് മറന്നു, ചെറുനാരങ്ങ. അമ്മ ഒരു നാരങ്ങ എടുത്തൊരു ചെറിയൊരു കഷ്ണം മതിയാവും. ഇതിലൊന്ന് പിഴിഞ്ഞരിയമ്മ.
ഞാൻ അമ്മനെ ശല്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതാണ് കേട്ടോ. ഈ നാരങ്ങ നീരാണ് മീനിനെ നല്ല സോഫ്റ്റും ആക്കും, രുചിയും കൂട്ടും. ഓക്കെ, അടിപൊളി അടിപൊളി. നമുക്കിങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള മീൻ പൊള്ളിക്കൽ മതിയല്ലോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ തിലോപ്പിയ എടുത്ത് ഈ ഇലയിലോട്ട് വെച്ചിട്ട് ഈ മസാലക്കൂട്ടൊന്ന് തേച്ച് കൊടുക്കാം. നല്ല മണം. അച്ഛന് പൊള്ളിച്ചത് വേണം. അടിപൊളി. ഇന്ന് അച്ഛനാണ് സത്യത്തിൽ മീൻ വാങ്ങിക്കാൻ ഓർമ്മപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ഈ മസാല എല്ലാം ഒന്ന് രണ്ട് സൈഡും നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. സിമ്പിളായിട്ട് മതി, എല്ലാവിടെയും കോട്ടാവണം എന്നൊന്നുമില്ല. കാരണം പൊള്ളിക്കുമ്പോൾ തന്നെ അത് വെന്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉപ്പും മുളകും എല്ലാം ഇതിൽ പിടിച്ചോളും. ഇതിനകത്തും തേച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ തിലോപ്പിയ മസാലയിൽ കുളിച്ച് സെറ്റാക്കി വാഴയില, അതായത് പൊള്ളിച്ച വാഴയിലയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്യാം. മംഗല്യത്തട്ടമിട്ട പുതുക്കപ്പെണ്ണ് മാറി മഞ്ചാടി മറുള്ള മിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി. കണ്ടില്ലേ, ഇതുപോലെ സിമ്പിളായിട്ട് റാപ്പ് ചെയ്യുക. ഇത് എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ റാപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുക. എന്നതിന് ശേഷം നമുക്ക് ഒരു തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊളിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ മസാലയെല്ലാം മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൽ തവ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം ആദ്യം. വെളിച്ചെണ്ണ ചൂടാവുന്ന ഈ ഗ്യാപ്പിൽ ഞാനിതിൽ ഈ പൊള്ളിക്കാൻ ഉപയോഗിച്ചതിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇത് ചുട്ട വാഴയിലയാണ്. ഓക്കെ, നന്നായി വാട്ടിയ വാഴയില. അതിനകത്ത് നമ്മൾ ഏത് മീനാണോ എടുക്കുന്നത് ആ മീനിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, നാരങ്ങാ നീര്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ പേസ്റ്റ് ആക്കിയതിന് ശേഷം ആ വരച്ച മീനുണ്ടല്ലോ അതിനകത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഇതുപോലെ ഒരു 10-15 മിനിറ്റോ ഈ പറഞ്ഞ വാഴയിലയിൽ നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എണ്ണ ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട്, ബബിൾസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ ഇത് മൊത്തം അങ്ങനെ വെച്ചിട്ട് പൊള്ളിച്ച് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അച്ഛാ തുടങ്ങട്ടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അമ്മ തുടങ്ങല്ലേ? എന്തായാലും അച്ഛൻ തന്നെ ഇതിൽ വെച്ചോളൂ. വരും. അപ്പൊ നമ്മുടെ മീൻ പൊള്ളിക്കൽ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ആഹാ, ഇപ്പൊ തന്നെ കിരി 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 എന്നുള്ള ശബ്ദം വന്നു തുടങ്ങി. ഇത് നമ്മൾ ഇങ്ങനെ മറിച്ചിട്ട് ചൂടാക്കിക്കൊണ്ടേയിരിക്കണം, പൊള്ളിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ആ ഇലയിലുള്ള സത്തും ഇലയിലുള്ള മണവും എല്ലാം കൂടെ ആവുമ്പോൾ സംഗതി പൊളിക്കും. ഒരല്പം നമുക്ക് തിരിതാത്തി വെക്കാം. ആഹാ, ഇപ്പൊ തന്നെ പൊള്ളുന്ന ആ മണം വരുന്നുണ്ട്, ചെറിയ ആവിയും വരുന്നുണ്ട്, കലക്കും. ഇനി ഇത് ഒന്ന് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. ഒന്ന് വേകട്ടെ. 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്താ ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. നമ്മുടെ മീൻ കറിക്കുള്ള ചാറ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മീൻ പൊള്ളിക്കുന്നതിന്റെ സെറ്റപ്പ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
അപ്പൊ നമ്മുടെ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. കണ്ടാ നമ്മുടെ മീൻ ഇവിടെ കിടന്ന് ഇങ്ങനെ വേകുന്നത് കണ്ടാ. ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ആഹാ, സൂപ്പർ, നന്നായി വെന്തിട്ടുണ്ടല്ലോ തിലോപ്പിയ. പെട്ടെന്ന് വേകുന്ന ഒരു മീനാണ് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് അൺറാപ്പ് ചെയ്യാം. മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചാറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മുളകിന്റെ മണമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മീൻ ഇട്ടു. അപ്പൊ ഇവിടെ മീൻ കറി റെഡി, മീൻ പൊള്ളിച്ചതും റെഡി. ഇതൊന്ന് തുറക്കട്ടെ ഏട്ടമ്മ. അപ്പൊ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഒരു പ്ലേറ്റിലേക്ക് വാഴയില വെച്ചിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കലക്കി. അപ്പൊ റെഡി, 1 2 3. ഓ, ആവി പറക്കുന്നു. കലക്കി. അച്ഛാ ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കിയേ. നന്നായി വന്നിട്ടുണ്ട് അല്ലേ? അതൊന്ന് കഴിച്ചു നോക്കൂ. കഴിച്ചു നോക്കാം. ടേസ്റ്റ് കേട്ടോ. ഉപ്പൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം സെറ്റ്, എല്ലാം പാകമാണ്. ഇപ്പൊ മത്സ്യങ്ങൾക്കൊക്കെ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ. ഇന്നലെ മുറുക്ക് കുറച്ച് ദിവസം ഡബിൾ ത്രിബിൾ വിലയായിരുന്നല്ലോ. അപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വാങ്ങിച്ച് കഴിക്കുക. ഓക്കെ. പിന്നെ എല്ലാവരും കരിമീൻ പൊള്ളിക്കുക എന്നൊക്കെ പറയും. നമുക്കിപ്പോ കരിമീൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതുപോലുള്ള നല്ല എന്താണ് കട്ട്ലയാ തിലോപ്പിയ മീനൊക്കെ വാങ്ങിച്ചിട്ട് അയിലയോ മത്തിയോ ഏത് മീൻ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് പൊള്ളിച്ചെടുക്കാം. ടേസ്റ്റാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ല? എന്തായാലും കലക്കി. ഇനി അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇനി അമ്മയുടെ വക ടേസ്റ്റിങ്. ചൂടുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ചൂടോടെ. ആ വാഴയില മുരിഞ്ഞതിന്റെ മണവും ആ മീനിന്റെ മണവും, നല്ല ഫ്രഷ് മീനാണ് നമ്മൾക്ക് കിട്ടിയത്. അതുകൊണ്ട് സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ ഇവിടെ എല്ലാം സിമ്പിളാണ്. എന്നാ പിന്നെ ഞാനും കൈയിടാ. ഞാൻ ഈ ഗ്രേവിയിലൊക്കെ മുക്കി കഴിക്കട്ടെ, അതല്ലേ ടേസ്റ്റ് ഉണ്ടാകുക. എന്താല്ലേ ഇത്തിരി എരിവൊക്കെ വേണം. ഇതേ പൊതിച്ചോറിന്റെ പകരം ഇതൊരു മീന് പൊള്ളിച്ചത് കൊണ്ടുപോയാൽ മതി. എവിടെയെങ്കിലും ടൂർ പോകുമ്പോഴേ ഒരു ഫ്ലാസ്കിൽ ഇത്തിരി കട്ടൻ ചായയും. ആഹാ, വേറെ അടിപൊളി അടിപൊളി. ഇതിന്റെ ഒരു ഭാഗമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതെ, വൺ സൈഡ് നമ്മൾ ആക്രമിച്ചു കഴിഞ്ഞു. ഇനി അതർ സൈഡ്. അച്ഛാ കഴിക്കും കഴിക്കും. ആ സ്കിന്നൊക്കെ